പരമപരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സോളെ വെളിപാട് പുസ്തകത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൽ മരണത്തിന് മുന്നിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 22:30 പഠിപ്പിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, പിന്നെയോ അവർ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. സഹോദരങ്ങളെ, കർത്താവ് വ്യക്തമാക്കുകയാണ്, ഒരു മനുഷ്യൻ പുനരുത്ഥാനത്തിൽ സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നു എങ്കിൽ അവർ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ പുനരുത്ഥാനത്തിൽ സ്വർഗം പ്രാപിച്ചില്ല എങ്കിൽ അവർ നരകത്തിൽ പിശാചിന്റെ ദൂതനെ പോലെയായി മാറുകയും ചെയ്യും. അപ്പോൾ സ്വർഗത്തിൽ പുനരുത്ഥാനത്തിൽ, മരണാനന്തരം പുനരുത്ഥാനത്തിൽ സ്വർഗരാജ്യത്തിന് നിത്യജീവന് അവകാശികളാവുന്നവർ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. ഇന്ന് ചില മതവിഭാഗങ്ങളും മറ്റ് ബൈബിളിനെ കുറിച്ചോ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളൊക്കെ വ്യർത്ഥമായ ചില തെറ്റിദ്ധാരണകളൊക്കെ മരണാനന്തരം സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും യാതൊരു തെളിവുകളുമില്ല, അടിസ്ഥാനമായ തത്വങ്ങളുമില്ല. ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ആ ദൈവമായ കർത്താവ് പറയുകയാണ്, മരണാനന്തരം നമ്മൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെയായി മാറുവാനുള്ള കൃപാവരങ്ങൾ ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.